തായ്ലൻഡിലെ പൂക്കറ്റിൽ നിന്ന് ഡൽഹിയിലേക്ക് വന്ന എയർ ഇന്ത്യ വിമാനം താഴേക്ക് പതിച്ച സംഭവത്തിൽ ദുരൂഹത തുടരുന്നു. സംഭവം അതീവ ഗൗരവമെന്നാണ് വ്യോമയാന മന്ത്രാലയം വിലയിരുത്തുന്നത്. വൈദ്യപരിശോധനയിൽ പൈലറ്റിന്റെ സാമ്പിളിൽ കണ്ടെത്തിയ കഞ്ചാവിന്റെ അംശം എങ്ങനെ വന്നു എന്നതിൽ പരിശോധന തുടരുന്നു. ഓഗസ്റ്റ് 4-ന് ഡൽഹിയിലേക്ക് വന്ന എയർ ഇന്ത്യ വിമാനമാണ് യാത്രക്കിടെ 300 അടി താഴ്ചയിലേക്ക് താഴ്ന്നത്. സംഭവത്തിന് പിന്നാലെ പൈലറ്റുമാരിൽ ഒരാളുടെ ലഹരി പരിശോധനാ ഫലം പോസിറ്റീവായതോടെ അപകടത്തിന് ദുരൂഹത വർദ്ധിപ്പിച്ചു. പൈലറ്റിന്റെ സാമ്പിളിൽ കണ്ട കഞ്ചാവിന്റെ അംശം എങ്ങനെ വന്നു എന്നതിൽ പരിശോധന തുടരുകയാണ്. വിഷയം മെഡിക്കൽ റിവ്യൂ ഓഫീസർക്ക് കൈമാറുമെന്ന് എയർ ഇന്ത്യ അറിയിച്ചു. അപകടത്തിൽ 20 യാത്രക്കാർക്കും 4 ക്യാബിൻ ക്രൂ അംഗങ്ങൾക്കുമാണ് പരിക്കേറ്റത്. ആരോപണ വിധേയനായ പൈലറ്റിനെതിരെ ക്യാബിൻ ജീവനക്കാരും സഹ പൈലറ്റും പരാതി നൽകിയിട്ടുണ്ട്. പ്രധാന പൈലറ്റ് രണ്ടാമത്തെ ഡോപ്പ് ടെസ്റ്റിൽ പരാജയപ്പെട്ടതായി റിപ്പോർട്ട് പുറത്തുവന്നു. വിമാനം ആകാശചുഴിയിൽപ്പെട്ടതായാണ് ആദ്യ നിഗമനം. വിമാനത്തിന് നിരവധി സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായും പിന്നീട് വാർത്തകൾ വന്നിരുന്നു. നിയന്ത്രണം വീണ്ടെടുത്ത് ഡൽഹിയിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്യുകയായിരുന്നു. അതേസമയം ക്യാപ്റ്റൻ ലഹരി ഉപയോഗിച്ച പോലെയാണ് പെരുമാറിയതെന്ന് ക്യാബിൻ ക്രൂ അംഗം എയർ ഇന്ത്യക്ക് പരാതി നൽകിയിട്ടുണ്ട്. സംഭവത്തെക്കുറിച്ച് നിലവിൽ അന്വേഷണം നടത്തുകയാണ്. ക്യാപ്റ്റൻ ഉറക്കക്കുറവിന് മരുന്ന് കഴിച്ചിരുന്നുവെന്നാണ് പുതിയ വിശദീകരണം. തനിക്ക് ഉറക്കമില്ലായ്മ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെന്നാണ് പൈലറ്റിന്റെ മൊഴി. ഡോക്ടർ നിർദ്ദേശിച്ച മരുന്നുകൾ കഴിച്ചിരുന്നതായി മൊഴി നൽകിയിട്ടുണ്ട്. ആകാശച്ചുഴിയിൽ വീണ വിമാനത്തിന്റെ മുൻപ് ചെയ്ത അറ്റകുറ്റപ്പണികളുടെ രേഖകൾ പരിശോധിക്കും. ഹൈഡ്രോളിക് സംവിധാനങ്ങളിലെ തകരാറും പരിശോധനയിലുണ്ട്. വിമാനത്തിന് സാങ്കേതിക തകരാറുകൾ ഉണ്ടായിരുന്നുവെന്ന റിപ്പോർട്ട് പരിഗണിച്ചാണ് തീരുമാനം. വിമാനം ആകാശച്ചുഴിയിൽപ്പെട്ടു എന്ന സാധ്യത വിദഗ്ധർ തള്ളി. സമാന അപകടങ്ങൾ ആവർത്തിക്കരുതെന്ന കർശന മുന്നറിയിപ്പ് വിമാന കമ്പനികൾക്ക് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം നൽകിയിട്ടുണ്ട്. നിലവിലെ ചട്ടങ്ങൾ പാലിക്കണമെന്നും കൂടുതൽ ലഹരി പരിശോധനകൾ പൈലറ്റുമാരിൽ നടത്തണമെന്നും ആവശ്യപ്പെട്ടു. പ്രാഥമിക റിപ്പോർട്ട് പുറത്തുവന്ന ശേഷം കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനാണ് തീരുമാനം. നാഷണൽ ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.